കാണണല്ലേ ഒരു സന്യാസിനെ പോയി പുള്ളിന്റെ വീട്ടുകാരെ ഭ്രാന്താന്നും പറഞ്ഞാണ് ഇവിടെ പൈകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടാ. അപ്പൊ ഹോസ്പിറ്റലുകാരെ തന്നെ ഇവിടെ കൊണ്ടിരുത്തിയതാ. പറയാളിരുന്നു. ഐതിഹ്യമൊന്നുമല്ല, ഒരു 10-15-20 മുമ്പ് 20 മുമ്പുള്ളതല്ലേ. അപ്പൊ പിന്നെ ഇപ്പൊ വെള്ളമില്ലല്ലോ. RSSകാരൊക്കെ വിഷയം ഉണ്ടാക്കി. പുള്ളി ക്രിസ്ത്യനായിരുന്നേ. അങ്ങനെ വേറെ രീതിക്ക് വഴി തിരിച്ചു വിട്ടാ ഞാൻ പിന്നെ. അല്ല അപ്പൊ എത്ര കൊല്ലം കൊല്ലം കൂടി ഉണ്ടായിരുന്നു? 5-6 മാസം ഇരുന്നുള്ളൂ. ഒരു മഴക്കാലത്ത്. ഇപ്പൊ വെള്ളമൊന്നുമില്ല. മഴക്കാലത്ത് ഉറവായിരിക്കും. ഇപ്പൊ വെള്ളമൊന്നുമില്ല. അപ്പൊ അന്ന് പുള്ളിക്ക് വേണ്ടി ഇവിടെ അടച്ച് സേഫ് ആക്കി, പുള്ളിക്ക് ഇരിക്കാൻ വേണ്ടി ആ വാതിൽ ഈ വാതിൽ അടച്ചു. എന്നിട്ട് ഇവിടെ ഡോറും പിടിപ്പിച്ചായിരുന്നു. സെറ്റ് ആക്കിയായിരുന്നു. ഇവിടെ പെരുമ്പാമ്പിനാണ്. പെരുമ്പാമ്പിന് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലേ. അതിന്റെ കാര്യമൊന്നുമല്ല. പേരെങ്ങനെയാണെന്ന്? ഹിഡുമ്പമല. ഹിഡുമ്പൻ രാക്ഷസൻ താമസിച്ചിരുന്നതാണ് എന്ന് പറയപ്പെടുന്നു. സത്യമല്ലാന്ന് നമുക്കറിയാലോ. അല്ല അല്ലേ, അറിയില്ല. ഇയാള് വിശ്വസിക്കുന്നുണ്ടോന്ന്? അല്ല, നമ്മളിപ്പോ കൊറേ സ്ഥലങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ എല്ലായിടത്തും പല പല കഥകൾ ഇങ്ങനെ കേൾക്കാം. നല്ല കാറ്റുണ്ട്. കാറ്റുണ്ട്. 4 മണി 5 മണിക്ക് വരണല്ലേ ഹിഡുമ്പൻ മല. കുരിശിട്ട് മുകളില. അവിടേക്ക് ഒരുമിച്ച് ഇറങ്ങാം. അപ്പോൾ നമ്മൾ തൊടുപുഴയിലുള്ള ഹിഡുമ്പൻ മല എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമുക്കൊരു ചേട്ടനെ കിട്ടി. ആളുടെ വീട് ഇവിടെ താഴെ എന്ന് പറഞ്ഞ. അപ്പോൾ ആള് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ നമുക്ക് കുറേ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. ഈ ഒരു മലേനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യം പിന്നെ ചരിത്രം അങ്ങനെ വലിയ രീതിക്കൊന്നുമില്ല, എന്നാലും റൈറ്റ് സൈഡിൽ കാണണല്ലേ. അത് മണിയന്ത്രമല. അവിടെ കയറൂ. ഏത് മലയുടെ മുകളിലാ? പെരുന്നാൾ ആഘോഷിക്കും. വെയില ഇതുപോലെയാ പാറല്ല. നമുക്ക് കയറാൻ പറ്റുമോ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ മണിപ്പാറ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? ഇപ്പം ഇങ്ങോട്ട് 90 കിലോമീറ്ററും പിന്നെ മണിപ്പാറയ്ക്ക് 94 കാണിച്ച. പക്ഷെ ഏത് ഈ മരത്തിന്റെ താഴെ? എണീറ്റിക്കാം. കാരണം കേറില്ല. എന്താ പാമ്പ്? അപ്പൊ കേറണ്ട. ആൾക്കാര് കൃഷി കപ്പയൊക്കെ ഇതിന്റെ മുകളിലൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. നമുക്ക് പേടിക്കണ്ടായിരുന്നു. പുളിയാ. ഏത് കണ്ടിട്ടില്ലേ? നേഴ്സറിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് പുളിയാ. ഇത് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന. ഇതിന്റെ പേര് ഇതിന്റെ ഇല ഒന്ന് കടിച്ചേക്ക്. പ്രശ്നമാവോ? കടിച്ചോ പുളിയില്ലേ? മീൻകറിയൊക്കെ വയ്ക്കാൻ ഉപയോഗിച്ചോണ്ടിരുന്ന. മുളമ്പന്നേരെ കണ്ടിട്ടുണ്ടോ? മുളമ്പന്നേരെ രാത്രിയിൽ. ഇത് ഒറിജിനൽ തന്നെയല്ലേ?
അത് നോക്കാം. എന്തപ്പാല എന്ന് പറയുന്ന അവിടെ മുടിയൊക്കെ വളരെ സംഭവം. അതാണ് ഈ മരം. ഇതിന്റെ എന്തിട്ടെടുക്കുക? കനൽ കുഴപ്പമുള്ള സംഭവം. അതിന്റെ ഇല എടുത്ത് ഉണങ്ങിയെടുത്ത് എണ്ണ വെച്ചതുകൊണ്ടാണ്. എത്ര വർഷം പറക്കാം? നല്ല കുഴപ്പമില്ല. ഇത്രയും മണ്ണ് വെക്കണമെങ്കിൽ ഒരുപാട് വർഷം പഴക്കം വേണം. അധികം വലുതാവുന്ന സംഭവം നൂറ്റാണ്ടുകൾ തന്നെ കാണാം ഒരു പക്ഷേ. ഏത് നൂറ്റാണ്ടുകൾ തന്നെ പഴക്കം കാണാം ഒരു പക്ഷേ. രാവിലെ നല്ല മഞ്ഞാടി. ഈ വഴിയായിരിക്കും അല്ലേ മറ്റേ കുരിശിന്റെ വഴി? താഴെ ഇറങ്ങിയിട്ട് അതിലെ അതിനാണ് ഇവിടെ ഇത് വെച്ചേക്കണം അല്ലേ? കാറ് തുടങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ഏരിയ തിരിച്ചതാണ് 2008. പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ വിഷയം ഉണ്ടാക്കി ഇങ്ങനെ കുറെ പരാതി. നിങ്ങളുടെ സ്ഥലമാണല്ലേ? ഇത് സർക്കാർ സ്ഥലമാണല്ലോ. അല്ലാന്ന് താഴെ നമ്മുടെ സ്ഥലമാണ്. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാക്കി നടക്കാം. അന്ന് ചാനലുകളിലും തോന്നുന്നു ഇതിന്റെ സംഭവമായിരുന്നു. ആണല്ലേ? ഇതിപ്പോ ഇറങ്ങണ വഴി ഏതാ? കേസുകളും ഇറങ്ങണ വഴി ഏതാ? ആ മരമല്ലേ? അല്ല നമ്മള് ബൈക്ക് വെച്ച് കൊടുത്തേക്ക് തിരിച്ചെന്നെ ഇറങ്ങണത്. അവിടെ പോണോ? അവിടെ നിന്നില്ല. ഒന്നുമില്ല. അല്ല വേറെ വല്ലതും കാണിക്കാനുണ്ടോ? ഗുഹയും മല അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഇതാക്കി അല്ല പോയി വെച്ചിട്ട് തിരിച്ചെത്തുമ്പോഴാണ് അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. വേറെ വല്ല അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ഈ ഓരോ ഇതുപോലത്തെ ഓരോന്നും കാണിച്ചോണ്ട് നടക്കണില്ല.